ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് വിഷുവൊക്കെ അല്ലേ വരുന്നത്. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള വിഷുക്കട്ട ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് ഞാനിവിടെ പച്ച നെല്ലില്ലേ, പുഴുങ്ങാത്ത ആ നെല്ല് കുത്തി കിട്ടിയ അരിയില്ലേ, അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ 2 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ 1-ാം പാലിൽ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് ഇളക്കിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3-ാം പാല് ഏകദേശം ഒരു 3 ഗ്ലാസ് നാളികേരപ്പാലുണ്ട് കേട്ടോ. അത് ഞാനതിലേക്ക് നമ്മൾ കഴുകി കുതിർത്തിയെടുത്ത അരിയില്ലേ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാളികേരപ്പാലൊക്കെ വെന്ത് ഇങ്ങനെ വറ്റി അരി നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ 2-ാം പാല് 2 ഗ്ലാസ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. അപ്പം അതും നല്ല പോലെ തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 1-ാം പാല് നമ്മൾ ജീരകമൊക്കെ ഇട്ട് വെച്ചില്ലേ, അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 1.5 ഗ്ലാസ് നാളികേരപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അത് ആയി വന്നിട്ടുണ്ട്. നമുക്കത് അടുപ്പത്തുനിന്നൊന്ന് ഇറക്കി മാറ്റാം കേട്ടോ. ഞാനത് ഒരു സ്റ്റീൽ കിണ്ണത്തിലേക്ക് ഇങ്ങനെ പകർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാഴയില വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട്ടോടെ ഇങ്ങനെ വാഴയില വെച്ച് ചെയ്താലേ വാഴയിലയുടെ നല്ല മണം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിഷുക്കട്ടക്കൊപ്പം മാങ്ങാക്കറിയും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ടയാണ്. അപ്പോൾ അതിന് ചിക്കൻ കറിയും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ വിഷുവിന് വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.